ബി.ജെ.പിക്ക് ഇത് വല്ലാത്ത കഷ്ടകാലമാണ്. കഷ്ടകാലത്തിന്റെ തുടക്കം കേരളത്തിൽ സുരേഷ് ഗോപിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് മുതലാണ്. കുറേയേറെ പണം വാരിയെറിഞ്ഞാണ് ആ മനുഷ്യനെ ഒന്ന് ജയിപ്പിച്ചെടുത്തത്. കുറ്റം പറയാൻ പറ്റില്ല. അഭിനയം ചെറിയ കാലം മുതലേ കുലത്തൊഴിലാക്കി കൊണ്ടു നടന്ന മനുഷ്യന് അത് തന്നെ വഴങ്ങും എന്ന് കരുതി പൊതുജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് IPS-ഉം IAS-ഉം ഒക്കെ കളിച്ചാൽ എന്താകും അവസ്ഥ? ഒരൊറ്റ സുരേഷ് ഗോപിയെ കാരണം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ബി.ജെ.പി നാണം കെട്ടു എന്ന് വേണം പറയാൻ. ഇതിപ്പോ പണ്ടാരോ പറഞ്ഞതുപോലെ വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ട അവസ്ഥയിലാണ്. ഇതിനെ എടുത്തൊന്ന് കളയാമെന്ന് വിചാരിച്ചാൽ ഇത് കൊത്തുമെന്ന് ഉറപ്പാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ചുമന്നേ പറ്റൂ. ഏതൊക്കെ വഴിക്കാണ് സുരേഷ് ഗോപിക്ക് നല്ല കൊട്ടു കിട്ടുന്നത് എന്ന് പറയാൻ പോലും പറ്റില്ല. അതിന്റെയൊക്കെ ചീത്തപ്പേര് ചെന്ന് നിൽക്കുന്നത് ബി.ജെ.പിക്കാർക്കും. ചാണകം ചാരിയാൽ ചാണകമേ മണക്കൂ എന്ന പഴമൊഴിയുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു സുരേഷ് ഗോപിയെ ചാരിയത് കൊണ്ട് ബി.ജെ.പി മൊത്തം ആനപ്പിണ്ടം എന്നറിയ അവസ്ഥയിലായി. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ ഈ പ്രകടനങ്ങൾ ഒന്ന് തുറന്നു പറഞ്ഞതിനാണ് ഗണേഷ് കുമാറിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ബി.ജെ.പി പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മുന്നോടിയായി പ്രക്ഷോഭം ഇപ്പോൾ നടത്തിയത് അങ്ങ് പാലക്കാട് മന്ത്രി ഗണേഷ് കുമാർ പങ്കെടുത്ത ഒരു പൊതുപരിപാടിക്കിടെയാണ്. സുരേഷ് ഗോപിയെ ചുറ്റിപ്പറ്റി എന്തു പറഞ്ഞാലും പണി ഇരന്നു വാങ്ങിക്കുകയാണ് ബി.ജെ.പിക്കാർ. ഇവിടെയും അതിന് മാറ്റമുണ്ടായില്ല. ബി.ജെ.പിക്കാർക്ക് അമ്മയെന്നോ പെങ്ങളെന്നോ വല്ല ബോധവുമുണ്ടോ? പശുവിനെ അമ്മയായും പെങ്ങളായും കണ്ട് ആരാധിക്കുന്നവർക്ക് അതല്ലേ മനസ്സിലാവൂ. എന്ന് കരുതി കാക്കിയിട്ട പോലീസുകാരിയെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറയുന്നത് വല്ലാത്തൊരു കഷ്ടമായിരിക്കും. ഇനി ഈ പറയുന്ന സുരേഷ് ഗോപി താൻ IPS ആണ്, പോലീസുകാരിയെ വേണമെങ്കിലും കൂട്ടാൻ പറ്റുമെന്ന് പറഞ്ഞത് കേട്ടിട്ടാണോ ബി.ജെ.പിക്കാരൻ തന്റെ ഞരമ്പ് വിദ്യ പോലീസുകാരിക്കിട്ട് പ്രയോഗിച്ചതെന്നറിയാൻ പറ്റില്ല. പക്ഷെ ഇത് ഒന്നൊന്നര പണിയായിപ്പോയി. ഒരു പെണ്ണ്, അതും പോലീസുകാരി, അതും പൊതുസ്ഥലത്ത്, പപ്പും കൂടെയും ബാക്കി കിട്ടിയാൽ കൊള്ളാം. നാണമില്ലല്ലോ സംഖ്യകളെ ഇമാതിരി പരസ്യമായ ഒരു പെണ്ണിനോട് തോന്നിവാസം കാണിക്കുന്നവന്മാരെയൊക്കെ പിടിച്ച് പാർട്ടിയിൽ അണികളാക്കി നിർത്താൻ. ഇതിപ്പോ പണി കൊടുക്കാൻ പോയിട്ട് പണി വാങ്ങിയല്ലോ. സുരേഷ് ഗോപി സ്ത്രീകളെ കണ്ടാൽ കൈ കൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ ഒരു സെന്റിമെന്റ്സ് പറഞ്ഞിട്ട് തേച്ചു മാച്ചു കളയുമെന്ന് കരുതി ഇതൊക്കെ കണ്ട് അണികൾ പുറപ്പെട്ടാൽ അണപ്പല്ലുണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ്. ഒരു പെണ്ണിനെ പരസ്യമായി കയറി പിടിച്ചിട്ടാണോ രാഷ്ട്രീയ ബോധം തീർക്കേണ്ടത്? നിങ്ങളുടെ ഒരു കേന്ദ്രമന്ത്രിയെ പറഞ്ഞപ്പോൾ സഹിക്കാൻ വയ്യാതെ ചെയ്തത് എന്തൊരു വൃത്തികേടാണ്. സ്ത്രീ അമ്മയാണെന്നും ദേവിയാണെന്നും ഒക്കെ പറഞ്ഞ് ആർഷഭാരത സംസ്കാരം പൊക്കിപ്പിടിച്ചു നടക്കുന്ന, ഹിന്ദു സംസ്കാരത്തെ നാഴികയ്ക്ക് 40 വട്ടം പുകഴ്ത്തുന്ന നിങ്ങളൊക്കെയാണോ ഈ പെണ്ണിനോട് തോന്നിവാസം കാണിക്കുന്നത്? സമരത്തിന്റെ പേരിൽ കിട്ടിയ നേരത്ത് ഒരിത്തിരി സുഖം, ഇതാണോ പാർട്ടിയുടെ നേരും നിറയും? ഇങ്ങനെയുള്ള പാർട്ടി പ്രവർത്തകന്മാരൊക്കെ കേരളത്തിൽ ഉയർന്നു വന്നാൽ കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ എന്താകും? പകല് പോലും ഭയന്നിട്ട് പുറത്തിറങ്ങാൻ പറ്റുമോ? ഇതൊക്കെ തന്നെയല്ലേ അങ്ങ് ഉത്തരേന്ത്യയിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ ഒന്നും കൊല വിളിച്ചും ശാരീരികമായും മാനസികമായും ചൂഷണം ചെയ്തും ഉത്തരേന്ത്യയിൽ നടത്തുന്ന തോന്നിയവാസമൊക്കെ കേരളത്തിൽ വന്ന് നടത്താമെന്ന് മോദിയും കൂട്ടരും വിചാരിക്കേണ്ട നടപ്പില്ല.